ഹായ്, ഞാനിന്ന് ഒരു 4 മണി പലഹാരം നമ്മുടെ പഴയ ബോണ്ട അതുണ്ടാക്കാനായിട്ട് വന്നേക്കണം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി 2 ഗ്ലാസ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ റവ, 1 സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. 2 റോബസ്റ്റപ്പഴം ഇവിടെ അടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർക്കാൻ പിന്നെ ചെറിയ തേങ്ങ കൊത്തി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കയും പഞ്ചസാരയും ജീരകവും കൂടെ പൊടിച്ചത്, പിന്നെ അര സ്പൂൺ ബേക്കിംഗ് സോഡ വേണം, വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സാക്കാം. ഗോതമ്പൊടിക്കകത്തേക്ക് പഴം അടിച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ വറുത്തത്, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സാക്കണം. സ്പൂണിലിട്ട് മിക്സാക്കരുത്, പാകത്തിന് നന്നാലേ കിട്ടുള്ളൂ. നമുക്ക് വെല്ലം ഉരുക്കിയതൊഴിച്ച് മിക്സാക്കാം. നമ്മൾ മിക്സാക്കുമ്പോൾ വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളം കൂട്ടി കുഴയ്ക്കണം. വെല്ലം പഞ്ചസാര ചേർക്കാത്ത നമ്മളിവിടെ വെല്ലമാണ് ചേർക്കണേ. ഇതാണ് കുഴച്ചതിൻ്റെ പാകം. ഈ പാകത്തിൽ കുഴച്ചാൽ മതി. ഇനി നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതാ അത് മിക്സാക്കി കഴിഞ്ഞു. നമുക്കിത് അടച്ച് മാറ്റി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ബോണ്ടയ്ക്കുള്ള മാവ് കലക്കി വെച്ചത് പുളിച്ചിട്ടുണ്ട്. അതിതാ പുളിച്ച് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ എണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പുറമേ കരിയും, ബോണ്ടയുടെ ഉള്ളു വേകുകയില്ല. ഇപ്പം നമ്മുടെ ബോണ്ട വെന്തിട്ടുണ്ട്. നമുക്കിതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ 4 മണിക്ക് കഴിക്കാനുള്ള ബോണ്ട റെഡിയാക്കിയിട്ട് നല്ലപോലെ പൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഉള്ളൊക്കെ ഇതാണ്ടോ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഉണ്ട. അപ്പോൾ ചെറിയ ഉണ്ട ഉണ്ടാക്കിയതാണ്. ഉണ്ട ഉണ്ടാക്കി നമുക്ക് വലിയ ഉണ്ടയായിപ്പോയി. എനിക്ക് സത്യത്തിൽ ചെറിയ ഉണ്ടയാണ് ഇഷ്ടം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ട് കഴിക്കാൻ, നല്ല രുചിയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.